ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല, എംപയർ തന്നെ. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് സ്ഥാപിച്ച ഫത്ഹുൽ ഫത്താഹ് ക്യാമ്പസിന് കീഴിൽ ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉൾപ്പെടെയുള്ള പുതിയ സ്ഥാപനങ്ങൾക്ക് തറക്കല്ലിടുന്നു. വളാഞ്ചേരിയിലെ അത്തിപ്പറ്റയിലുള്ള 7.5 ഏക്കർ സ്ഥലത്താണ് ഈ പുതിയ ക്യാമ്പസ് വരുന്നത്. ഈ ക്യാമ്പസിൽ ഒരു മസ്ജിദ്, ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഫത്ഹുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നിവയാണ് സ്ഥാപിക്കുന്നത്. ഓട്ടിസവും ശാരീരിക വൈകല്യങ്ങളുമുള്ളവർക്ക് പ്രത്യേക പരിഗണനയും മികച്ച വിദ്യാഭ്യാസവും ചികിത്സയും നൽകി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ച ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പാഠ്യപദ്ധതിയാണ് ഫത്ഹുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. ഫത്ഹുൽ ഫത്താഹ് പ്രസിഡന്റ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ, പി കെ കുഞ്ഞാലിക്കുട്ടി, കെ പി എ മജീദ്, മഞ്ഞളാംകുഴി അലി ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. ശിലാസ്ഥാപന ചടങ്ങിനോടനുബന്ധിച്ച് മതപ്രഭാഷണ സദസ്സുകളും നടക്കുന്നുണ്ട്. സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ, ഹസനി കണ്ണന്തളി, സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം തുടങ്ങിയവർ മുൻപ് നടന്ന പ്രഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രഭാഷണത്തിൽ നൌഷാദ് ബാക്കവി ചിറയിൻകീഴ് പ്രഭാഷണം നടത്തും. ശിലാസ്ഥാപന ചടങ്ങിൽ സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ, പി കെ കുഞ്ഞാലിക്കുട്ടി, മഞ്ഞളാംകുഴി അലി എംഎൽഎ, കെ പി എ മജീദ് എംഎൽഎ, നജീബ് കാന്തപുരം എംഎൽഎ, അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. ഫത്ഹുൽ ഫത്താഹ് വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ, ജനറൽ സെക്രട്ടറി സി പി ഹംസ ഹാജി അത്തിപ്പറ്റ, മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ, ഗഫൂർ പൂക്കട്ടിരി, അഹമ്മദ് നൂറുദ്ദീൻ ഹുദവി കൂരിയാട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതിൻ്റെ പ്രത്യേകത മലബാർ പ്രദേശത്ത്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ പരിരക്ഷാ പദ്ധതി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സ്കീമുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത പ്രദേശത്ത് നമ്മളെ വി കെ അഷ്റഫ് നേതൃത്വം കൊടുക്കുന്ന VKM സ്പെഷ്യലിസ്റ്റ് സ്കൂളുകളുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഹോം കെയർ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഓട്ടിസം ബാധിക്കുന്ന അല്ലെങ്കിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി റിട്ടാർഡായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീടുകളെ സംബന്ധിച്ചിടത്തോളം ചില വീടുകളിൽ വളരെ പ്രയാസം, ആ കുട്ടിയുടെ രോഗത്തിനേക്കാൾ ഉപരി അതിൻ്റെ ബൈസ്റ്റാൻഡർമാർ വളരെ പ്രയാസപ്പെട്ടാണ് ഇന്ന് ജീവിച്ചു വരുന്നത്. അതിലൊരു ചെറിയ സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം അവരാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഫക്രുദ്ദീൻ തങ്ങൾ ആണ്, അതുപോലെ കണ്ണന്തളി. രണ്ടാമത്തെ ദിവസം നാളെ നൌഷാദ് ബാക്കവി ചെന്നിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആഷിർ അലി ശിഹാബ് തങ്ങളാണ്. ഈ 2 ദിവസത്തെ ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വിശാലമായ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കാലാവസ്ഥയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ വളരെ നല്ല മനോഹരമായി നല്ല പന്തലൊരുക്കി വരുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം. ഈ സ്ഥാപനം ഫത്ഹുൽ തറക്കലിടുമ്പോൾ നല്ല മഴയത്തായി. ഇപ്പോഴും നല്ലൊരു മഴക്കാലാണ്. ഉദ്ഘാടനത്തിലും മഴയായിരുന്നു. എന്നാൽ എപ്പോഴും ഒരു മഴക്കാലാണ്. പക്ഷേ നല്ല വിശാലമായ 12 ഈ പള്ളിയിലേക്ക് വരാൻ കഴിയില്ല കുട്ടികൾ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഓട്ടിസം വന്ന വിദ്യാർത്ഥികൾക്കുള്ള കുട്ടികൾക്കുള്ള പഠനവും അവർക്കുള്ള ഹോസ്റ്റലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പള്ളി. ഇതാണ് നമ്മൾ ഈ വരുന്ന ബുധനാഴ്ച ഓഗസ്റ്റ് 6 ബുധനാഴ്ച മറ്റന്നാൾ വൈകുന്നേരം 4 മണിക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുന്നു. ഇതിൻ്റെ പ്രസിഡന്റ് ചെയ്ത് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഒരു അധ്യക്ഷനാണ്. അതുപോലെ സമസ്ത ജമിയത്തിനുള്ള വൈസ് പ്രസിഡന്റ് നല്ലായ ഉസ്താദ്, അതുപോലെ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ, കേന്ദ്ര ഉസ്താദ് അസം ഫൈസി, ആലിക്കുട്ടി ഉസ്താദ്, സമസ്ത ജമിയത്തിലുള്ള ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ്, ഇങ്ങനെയുള്ള പിന്നെ പി ടി കുഞ്ഞാലി സാഹിബ്, നമ്മളെ MLA ആബിദ് സേനകൾ, ഷംസുദ്ദീൻ MLA, അതുപോലെ മുതലാകുടി MLA, ഇങ്ങനെ സാമൂഹ്യ സേവനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആളുകൾ. വളാഞ്ചേരിയിലുള്ള ഒരുവിധം ഡോക്ടേഴ്സ് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ താല്പര്യമുള്ള സ്ഥാപനമായിട്ടാണ് ഇത് കണ്ടുവരുന്നത്.
കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത്. സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ, രാജ്യത്തിന്റെ സ്വന്തം BSNL, റെയിൽവേയുടെ റെയിൽ വയർ, കൂടാതെ ഏഷ്യനെറ്റ്, എക്സ്ട്രനെറ്റ്, അലയൻസ്, കേരള വിഷൻ, വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെറ്റ് സൊല്യൂഷൻസ്. ഞങ്ങളുടെ പ്രത്യേകതകൾ: നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം, സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം, ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ, കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ, കൃത്യതയോടെയുള്ള സേവനം, കൂടാതെ TV ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ. യാനെറ്റ് സൊല്യൂഷൻസ്, റിയലി എ സൊല്യൂഷൻ ഫോർ യു. കോൺടാക്ട് ചെയ്യൂ 9847789444 or 9961789111.